കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടച്ച കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ്, അവർക്കെല്ലാം കർത്താവേ, നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സാധിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പക്ഷേ കൃപാസനത്തിൽ നിന്ന് അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ട്വിസ്റ്റിങ് വരും മിക്കവാറും. എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന്
ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മുടെ ജെറമിയയില്ലേ, ജെറമിയ 2:13, എന്തെന്നാൽ എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇത് സാധാരണ ആഭിചാരം, കൂടോത്ര മന്ത്രവാദം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാനവേദികളിലൊക്കെ നമ്മളിത് കേൾക്കുന്നത് എപ്പോഴും. അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ്, കാര്യം അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല വിഷയം. നമ്മൾ പൊട്ടക്കിണറെ കുഴിക്കുന്നതല്ല പ്രശ്നം. അതായത് ഇതെല്ലാം ഈ നമ്മുടെ ഒന്നാമത്തെ കൽപ്പനയുമായിട്ട് ലിങ്ക്ഡാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ? പുറപ്പാട് 20:2, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതുമായിട്ട് ലിങ്ക്ഡാണ്. ഏത്? നേരത്തെ പറഞ്ഞ ജെറമിയ 2:13. എന്താണ്? ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇത് ഒരു ജന്മം ധ്യാനിക്കാനുള്ള വിഷയമാണ്. കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഈ പകരം, ദൈവത്തിന് പകരം ഒരു അതർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ്. എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിളാണ്. ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും, ദൈവം എന്തോ ഒരു കരുണയുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും. കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ, മിക്ക വചനങ്ങളും തന്നെ സിമ്പിളാണ്. വചനങ്ങൾ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം മത്തായി 11:30, എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇപ്പം കർത്താവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ ജൂഡൈക് ലൈഫില്ലേ, ഭാരം കൂടിയതായിരുന്നു. അതാണ് ഈശോ അങ്ങനെ പറയണത്. ജൂഡൈക് യഹൂദന്മാരുടെ ജീവിത രീതികളും പിന്നെ ഈ റബികൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് വചനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുപോയായിരുന്നു. അതാണ് ഈശോ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദുർവാഹമായ ചുവടുകൾ. മത്തായി 23:4, അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. റബിനിക് ലോ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഓരോരോ കാലം തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? നിസ്സാര പ്രശ്നങ്ങളൊന്നുമല്ല. തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യണമാണ് കാണുന്നത്. വെച്ചാൽ ഒരു മതത്തിൻ്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയില്ലാതെ
ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായി ജീവിച്ച് രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും. ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു, ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു, നമ്പൂതിരി വെച്ചാൽ ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും വന്നു. അപ്പോൾ അത് വെച്ചാൽ ഒരു ന്യൂനപക്ഷ മതത്തിൻ്റെ ദൈവത്തെ തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും. അതാണ് ഈശോ പറയണത്, നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും, ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ്. ആ ഭാരം ലഘുവാക്കുന്നതല്ല, എൻ്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ്. അവിടെ എന്താണ് ഭാരമുള്ളത്? ഒരു ഭാരമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പം സ്നേഹിക്കണമെന്നുള്ള ഒറ്റ സംഭവത്തിൽ ഈശോ ഇതെല്ലാം കൊണ്ടുവന്ന് ഒതുക്കും. ഇനി ആരാണ് എൻ്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ സമരക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് കർത്താവ് സ്നേഹത്തിൻ്റെ സാർവജനീനത ഏറ്റവും കൂടുതൽ സഹായം എത്തുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും. സിമ്പിളായിട്ടാണ്. അപ്പോൾ ബേസിക്കായിട്ട് മൗലികമായിട്ട് സ്നേഹമാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പമാരൊക്കെ കരുണയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. കാര്യം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കരുണയ്ക്കും സ്നേഹത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കരുണ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണിക്കണതാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. ആ ദൈവം നമ്മോട് കാണിച്ചതാണ്. സ്നേഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അതൊരു ബയലാറ്ററൽ ഒരു റെസിപ്രോക്കലായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നവർക്ക് എപ്പോഴും സ്നേഹം കിട്ടണമെന്ന് ഉള്ള ഒരു ആഗ്രഹം അജ്ഞാതമായെങ്കിലും അവബോധ മനസ്സിലെങ്കിലും കാണും. അത് ഒരു മനുഷ്യപ്രകൃതിയാണ്. കരുണയ്ക്ക് അതൊന്നുമില്ല. കരുണ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയണത് കുറേശ്ശെയായിട്ട് നമ്മൾ ഇത് എല്ലാവരുമൊക്കെ മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറയണില്ലേ, ഭാരം ലഘുവാണെന്ന്. അപ്പം ഭാരം ലഘുവാണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്തുമാത്രം സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ ഇസ്തിരി എടുത്ത് 10 കിലോ ഉള്ള തേപ്പൊട്ടിയുടെ അകത്ത് ചിരട്ടക്കല്ലൊക്കെ പൊട്ടി അത് പൊക്കി പിടിച്ച് കുറച്ച് എന്ത് ആയാസത്തിലാണ് തുണി തേക്കണത്. ആ സമയത്ത് ഇപ്പോഴെന്താ പറ്റണത്? ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്ന തേപ്പൊട്ടി കൊണ്ട് ചുമ്മാ ഇങ്ങനെ ചൂട് അഴയിലിട്ട് തേച്ച് കളയും. അപ്പോൾ ഭാരം ലഘുവായി, സിമ്പിളായി, ലൈറ്റ് വെയിറ്റായി. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്ത ശരിക്കും. അപ്പോൾ ഭാരം ലഘു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്തസത്യം എന്ന് പറയണത്, നമ്മൾക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, അനോയിൻറ്റിങ് കിട്ടിയാൽ മതി. അതാണ്. അല്ലാതെ നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, പാപമില്ലാതെ ജീവിക്കാം, അതൊക്കെ വലിയ ഭാരമുള്ള പരിപാടികളില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ അനോയിൻറ്റിങ് കിട്ടണം. എപ്പോഴും നിങ്ങൾ നിശബ്ദ ധ്യാനത്തിലെങ്കിലും അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പാപം ചെയ്യാതിരിക്കാനും പുണ്യത്തിൽ പുരോഗമിക്കാനും എപ്പോഴും നമുക്ക് വേണ്ടത് ഇതിനെ ലഘുവാക്കുന്ന അനോയിൻറ്റിങ്. ആ ദൈവസ്നേഹം കൂടിക്കൂടി വരുമ്പോൾ
അനോയിന്റിങ് താനേ വരും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ വീട്ടിൽ പൈപ്പ് കണക്ഷനാണ്. അത് 1 വർഷത്തോളമായി എനിക്ക് മാത്രം വീട്ടിലേക്ക് വെള്ളം വരുന്നില്ല. ബാക്കി എല്ലാ വീട്ടിലും വെള്ളം വരുന്നുണ്ട്. എനിക്ക് അധികം വയ്യാത്ത ആളായിരുന്നു. അപ്പോൾ എനിക്കത് വെള്ളം പിടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവാണ് വെള്ളം പിടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് ടാങ്ക് 2000 ലിറ്ററിൻ്റെ കുഴിച്ചിട്ടതായിരുന്നു. അത് മഴക്കാലത്ത് വെള്ളം കുറഞ്ഞപ്പോൾ പൊന്തി വന്നു. അതിൽ വെള്ളം കയറാതെയായി. പിന്നെ ഞങ്ങളുടെ പൈപ്പിലേക്ക് വെള്ളത്തിന് സ്പീഡും ഒട്ടുമില്ലായിരുന്നു. തുള്ളി തുള്ളിയായാണ് വന്നിരുന്നത്. ബാക്കി എല്ലാ വീട്ടിലും നല്ലപോലെ വെള്ളം വരുമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. എനിക്ക് വെള്ളം പിടിക്കാൻ വയ്യ. എൻ്റെ ഭർത്താവിനും വയ്യാത്ത ആളാണ്. അമ്മ എനിക്ക് വെള്ളം തരണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി ഉപ്പ് പൊന്തിയ ടാങ്കിൻ്റെ ചുറ്റുമിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മെയ് മാസം 1-ാം തീയതി എൻ്റെ ഭർത്താവിന് തോന്നി വെള്ളം വരുന്ന പൈപ്പിൻ്റെ കണക്ഷൻ പോകുന്ന റോഡിൻ്റെ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും എന്ന് പറഞ്ഞ് പുള്ളി തന്നെ പോയി ഉപകരണങ്ങളുമായി പോയി അത് തുറന്ന് അതിൻ്റെ പണികളെല്ലാം ചെയ്തപ്പോൾ വെള്ളം ഇപ്പോൾ നല്ലവണ്ണം വരുന്നുണ്ട് എനിക്ക്. അതേപോലെ തന്നെ പാത്രങ്ങൾ മുകളിലാണുള്ളത്. വെള്ളത്തിൻ്റെ ടാങ്കുകളെല്ലാം 5000 ലിറ്ററോളം പല ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ വെള്ളം താഴേന്ന് കയറാതെ ഒന്നും ഒരു രക്ഷയുമില്ലാത്തതിനാൽ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കൊരു ടാങ്ക് 500 ലിറ്ററിൻ്റെ ആയാലും മതി, ഒരെണ്ണം താഴെ വെക്കാൻ കിട്ടണമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എങ്ങനെ അത് വാങ്ങാനാണെന്ന് പറഞ്ഞു മനസ്സിൽ വിഷമിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സഹോദരി എന്നോട് ഫോൺ ചെയ്തു പറയുകയാണ്, ഇവിടെ ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് ഇരിക്കുന്നുണ്ട്, കൊണ്ടുപോയിക്കൊള്ളാൻ. ഞാൻ അവരോട് വെള്ളത്തിൻ്റെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ മാതാവ് എൻ്റെ മനസ്സിൽ ദുഃഖം വരുമ്പോഴേക്കും അമ്മ അത് പരിഹരിച്ചു തരും. 2 ദിവസത്തിനുള്ളിൽ എന്തായാലും അത് അമ്മ പരിഹരിച്ചു തരും. ഞാൻ ചോദിച്ചില്ലെങ്കിലും ചോദിച്ചാലും അമ്മ അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരും. അതേപോലെ തന്നെ ഒരു മരം എൻ്റെ വീടിൻ്റെ ഡ്രസ് വർക്ക് മേൽക്ക് ഞങ്ങളുടെ വീട്ടിലെ തന്നെ മാവ് ചാഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. എപ്പോൾ വേണമെങ്കിലും അത് ഡ്രസ് വർക്ക് നശിപ്പിച്ചുകൊണ്ട് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വെട്ടിപ്പോകാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത് വീടിൻ്റെ
ഒരു ഭയങ്കരമായി ഇടുങ്ങിയ ഭാഗത്താണ് വലിയൊരു മരം നിന്നിരുന്നത്. തൊട്ടടുത്ത് തന്നെ മാവിനോട് ചേർന്ന് ഒരു മതിലുമുണ്ട് അപ്പുറത്തെ വീട്ടുകാരുടെ. പിന്നെ ആ മാവ് വെട്ടിയാൽ ഈ ടാങ്കുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളം ടാങ്കുകൾ 3-4 ഉള്ളത് കാരണം അതിലേക്ക് വീണാലും ടാങ്കുകളൊക്കെ പൊട്ടും എന്നെല്ലാം പറഞ്ഞ് മതിലും തകർന്നു പോകും, വീടിനും നാശം എന്നൊക്കെ പറഞ്ഞ് മരം വെട്ടുകാർ വന്നിട്ട് 2-3 പേർ തിരിച്ചുപോയി. ഞാനങ്ങനെ ഓരോ വർഷവും എന്ത് ചെയ്യും മാതാവേ, എൻ്റെ വീട് തകരാൻ അനുവദിക്കരുതേ, പൈസയും അധികമില്ല ഇതിനു വേണ്ടി കളയാനായിട്ട്, എന്ത് ചെയ്യും, അമ്മ തന്നെ ഇതെനിക്ക് ചെയ്തു തരണം. എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യവും ഞാൻ അമ്മയെയാണ് ഏൽപ്പിക്കാറ്. അപ്പോൾ അമ്മയുടെ തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ചുകൊണ്ട്, തൈലം കൊണ്ട് ഞാൻ മാവിനെ എന്നും കുരിശ് വരപ്പിക്കും, ഉപ്പ് അതിൻ്റെ കടക്കലിട്ട് പ്രാർത്ഥിക്കും. അമ്മ തന്നെ ഇതിന് പരിഹാരം കാണിച്ചു തരണം. ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കും. അമ്മയെയും തിരുക്കുമാരനെയും മരണം വരെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ഏപ്രിൽ 26 ആയിട്ടും ഒരു ഇതും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ മഴക്കാലം വരെയാണ്, ഇപ്പോൾ മെയ് മാസം വണക്കമാണല്ലോ അമ്മേ, അമ്മയുടെ വണക്കം ഞാൻ എന്നും കൂടാം. അമ്മ 1-ാം തീയതി തന്നെ എനിക്ക് ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏപ്രിൽ 30-ാം തീയതി തന്നെ ഒരു മരം വെട്ടുകാരൻ, അതുവരെ വരാത്ത ആൾ വന്നിട്ട് പറഞ്ഞു, 3200 രൂപ തന്നാൽ മതി, ഞങ്ങൾ വെട്ടിക്കൊണ്ട് പോയിക്കോളാം, പണിയെടുക്കുന്നവർക്ക് കൊടുക്കാനുള്ള പൈസയാണ്, അത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ മതിൽ പൊളിച്ചു കൊടുക്കാം, എന്നിട്ട് അവർ ഞങ്ങളുടെ വീടിൻ്റെ അതിലേക്കൂടെ 1 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ കൂടെ അവർ റോട്ടിലേക്ക് എത്തിച്ചു കൊള്ളട്ടെ, ഞങ്ങൾ തന്നെ മതിൽ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. അവർ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു. വീടിനൊരു തകരാറും സംഭവിക്കാതെ, ഒരു നാശനഷ്ടവും ഇല്ലാതെ എൻ്റെ അമ്മ ആ മരം എനിക്ക് മുറിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി തന്നു. മതിൽ അപ്പുറത്തെ വീട്ടുകാർ പണിതു തന്നു. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തരുന്നതിനെ ഓർത്ത് സത്യദൈവമായ ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഞാൻ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി. മരം വെട്ടണമെങ്കിൽ 1 വർഷം മുമ്പ് 12,000 രൂപ തന്നാൽ വെട്ടിയെടുക്കാം, എന്നാലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, മുതലിക്കുള്ളൂ. കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്, വെട്ടിയിടാനും സ്ഥലമില്ല, അത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വരുന്നവരെല്ലാം മാറിപ്പോകുകയായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് മാവിൽ കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചൊല്ലും. അമ്മയ്ക്ക് മാത്രമേ ഇത് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇതെനിക്ക് എന്തായാലും അമ്മ വീടിന് മുകളിൽ വീഴാതെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയുടെ 3200 രൂപ കൊടുത്തുകൊണ്ട് അവർ അത് വെട്ടിക്കൊണ്ടുപോയി. അത് വെട്ടുന്ന ആളുകൾക്കുള്ള കൂലിയാണെന്ന് പറഞ്ഞാണ് അത് വാങ്ങിയത്. പിന്നെ എൻ്റെ വീട് ഒരു 12 വർഷമായി പണി കഴിഞ്ഞിട്ട്, എല്ലാ പണികളും കഴിഞ്ഞ വീടാണ്. പക്ഷേ അതിന് വൈറ്റ് വാഷ് മാത്രമേ ചെയ്തിട്ടുണ്ടായുള്ളൂ അന്ന്. അതിൽ പിന്നീട് വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടുണ്ടായില്ല, പെയിൻറ്റിങ് ഒന്നും നടന്നിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടമാണ് വീട് വൃത്തിക്ക് കിടക്കാൻ. പക്ഷേ വീടാകെ കറുത്ത് വരികയാണ് ഓരോ നാളിലും. അപ്പോൾ ആകെ ആരെങ്കിലും വരുമ്പോൾ ഭയങ്കര ഒരു നാണക്കേട് പോലെയാണ് വീടിൻ്റെ കളറ് കാണുമ്പോൾ. അപ്പോൾ ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എൻ്റെ വീട് അമ്മ എനിക്കൊന്ന് വൃത്തിയാക്കി തരണം. ഭർത്താവിനോട് പെയിൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപയാകും പെയിൻറ്റിങ്ങിന്, അതിപ്പോൾ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു, അമ്മേ 3 ലക്ഷം മുടക്കാനൊന്നും എനിക്ക് കഴിവില്ല, പക്ഷേ എനിക്കെൻ്റെ വീടൊന്ന് വൃത്തിയായി കിടക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി
ഭർത്താവിൻ്റെ പെയിൻറ് പണിക്കാരനായ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം ഭർത്താവിന് 2 കളർ പെയിൻറ്, പച്ചയും നീലയും പെയിൻറ് കൊടുത്തു. അത് ആൾ കൊണ്ടൊന്ന് വീടിൻ്റെ ഉള്ളിൽ വെച്ചു. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് വീട് വൃത്തിയാക്കി തരണമെന്ന്. എൻ്റെ മക്കളോട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ 3 പെൺകുട്ടികളാണ്. അവർ 3 പേരും കൂടി പെയിൻറ് വാങ്ങി, വൈറ്റ് വാഷിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. ബ്രഷും ഈ പെൺകുട്ടികൾക്ക് അടിക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള ഉരുളൻ ബ്രഷ് കയ്യിൽ പിടിച്ച് ചെയ്യാൻ പറ്റിയത് അതും വാങ്ങി. അവർ 3 പേരും കൂടി 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്തു, ഭംഗിയാക്കി. പച്ച കളർ പെയിൻ്റ് എടുത്ത് അടുക്കളയിലും അടിച്ചു. ഇളനീല പെയിൻറ് കൊണ്ട് ബാത്റൂമും അടിച്ചു. വീട് മനോഹരമാക്കി. സാധാരണ പെയിൻറ് പണിക്കാർ ചെയ്യുന്നത് പോലെ നല്ല ഭംഗിയിലാണ് അവർ പെയിൻറ് ചെയ്തത്. എല്ലാവർക്കും അത് കണ്ടിട്ട് അതിശയമായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വെച്ച നിയോഗമാണിത്, എൻ്റെ അമ്മയാണ് അവരിലൂടെ ഇത് ചെയ്തു തരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അമ്മയെ മഹത്വപ്പെടുത്തി. അങ്ങനെ അനേകം കാര്യങ്ങൾ എനിക്ക് ഓർമ്മ ഉള്ളത് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ എന്ത് ചോദിച്ചാലും മനസ്സ് വിഷമിച്ച് എൻ്റെ അമ്മ മാത്രമേ എനിക്കുള്ളൂ, കൃപാസനത്തിലെത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ മക്കളും ജീവനോടെ ഇരിക്കുന്നത് എന്ന് അമ്മയോട് എപ്പോഴും പറഞ്ഞ് അമ്മയെ എപ്പോഴും സ്വന്തമായി കരുതി ഓരോ നിമിഷവും അമ്മയെയും ഈശോയെയും സ്നേഹിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. ഇനിയുള്ള കാലം എൻ്റെ മരണം വരെ എൻ്റെ അമ്മയോടും ഈശോയോടും ഒപ്പം ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന. അമ്മ എന്നെ അതിന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.